നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ ജില്ലയ്ക്കായി ഉറപ്പു നൽകിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ത്രിവേണിയോണം ഓണാഘോഷ പരിപാടിയുടെ ഉദ്ഘാടന വേദിയിൽ മൂവാറ്റുപുഴ ജില്ല രൂപീകരണത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. നമ്മുടെ ബഹുമാന്യനായ കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ ഇതാദ്യമായി മൂവാറ്റുപുഴ നഗരത്തിൽ എത്തിച്ചേരുന്ന ശ്രീ വി.ഡി. സതീശൻ എന്ന ജനനായകന് ആഹ്ലാദപൂർവ്വം നമ്മൾ സ്വീകരിക്കുകയാണ്. ശേഷം പ്രഖ്യാപിച്ച ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ്. പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കരുത്തുള്ള നട്ടലുള്ള ഈ ഓണാഘോഷ ചടങ്ങിന് മംഗളകരമായി തുടക്കം കുറിക്കുന്നതിനായി എല്ലാവരും മൂവാറ്റുപുഴ ആസ്ഥാനമായി ജില്ല രൂപീകരിക്കുന്നത് സർക്കാർ പരിഗണനയിലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇനി ജില്ല രൂപീകരിക്കുകയാണെങ്കിൽ അതിൽ മൂവാറ്റുപുഴ തീർച്ചയായും ഉണ്ടാകും. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉടൻ രൂപീകരിക്കുമെന്നും മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ത്രിവേണിയോണം ഓണാഘോഷ പരിപാടിയുടെ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. മൂവാറ്റുപുഴയിൽ ത്രിവേണി ഓണം ആഘോഷിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ഊഷ്മളമായ ഓണാശംസകളും ഞാൻ നേരുന്നു. MLA സംസാരിച്ചപ്പോൾ മൂവാറ്റുപുഴയുടെ സങ്കടങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒരുപാട് നാളുകൾ പാർശ്വവൽക്കരിക്കപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞു. പ്രതികാര ബുദ്ധിയോടുകൂടി ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി നിർത്തിയതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഒറ്റ വാചകം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എല്ലാ സങ്കടങ്ങളും എല്ലാ വിഷമങ്ങളും മാറ്റും. പിന്നെ നമുക്കൊരു കാലം നഷ്ടം വന്ന നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന്റെ പലിശ സഹിതം കിട്ടണമെന്നാണ്. അതിന്റെ പലിശ സഹിതം മൂവാറ്റുപുഴയ്ക്ക് തരും. അപ്പോൾ മൂവാറ്റുപുഴ ജില്ല എന്ന് പറയുമ്പോൾ എനിക്കൊരു ചെറിയ വിഷമം വന്നു. കാരണം എന്റെ ജില്ലയിൽ നിന്ന് മൂവാറ്റുപുഴ വേറിട്ട് പോകുമെന്നല്ല. എന്നാലും ആ കാര്യം കൂടി ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഈ ഗവൺമെന്റ് കൊണ്ടുവരും. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ലോകത്തെല്ലായിടത്തും ഓരോ കൊയ്ത്തുത്സവങ്ങളുണ്ടാവും. കാർഷിക സമൂഹമായിരുന്നു നമ്മുടേത്. എല്ലാ രാജ്യങ്ങളിലും ആദിവാസി ഗോത്രങ്ങളുടെ ഇടയിലും എല്ലാ വിദേശ രാജ്യങ്ങളിലും എല്ലായിടത്തും കൊയ്ത്ത് കഴിഞ്ഞാൽ ഒരു ഉത്സവം ഉണ്ടാവും. യഥാർത്ഥത്തിൽ ഇത് കൊയ്ത്തുത്സവം കൂടിയാണ് ഓണം എന്ന് പറയുന്നത്. കൊയ്ത്ത് കഴിയുമ്പോഴാണ് ഒരു കാലത്ത് മുഴുവൻ നടത്തിയ അധ്വാനത്തിന്റെ പരിണത ഫലം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, പത്തായങ്ങൾ നിറയുമ്പോഴുള്ള സന്തോഷം. എല്ലാവരും കരുതിയത് ഒരുപാട് ധനപ്രതിസന്ധിയിലൂടെയാണ് ഗവൺമെന്റ് പോകുന്നത്. അതൊക്കെയാണ്, അതിലൊന്നും സംശയമില്ല. പക്ഷെ ഓണാഘോഷത്തിന് ഒരു മുട്ടുമരുത്തിയിട്ടില്ല. ഇതുവരെയുള്ള കുടിശ്ശികകളെല്ലാം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂവാറ്റുപുഴ നഗരസഭയുടെ ഓണാഘോഷ പരിപാടിയിൽ മാത്തിക്കുളനാടൻ MLA ആണ് മൂവാറ്റുപുഴയെ പുതിയ ജില്ലയാക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. പിന്നെ ഇതെല്ലാം സന്തോഷത്തിലായിരിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തോട് ആകെ പറഞ്ഞു വെക്കാനുള്ള ഒരു കാര്യം, ഞങ്ങളുടെ മൂവാറ്റുപുഴക്കാർക്ക് ഒരു ഓണ സമ്മാനം വാങ്ങാൻ നൽകിയിട്ടേ പോകാമുള്ളൂ എന്നുള്ളതാണ്. കാരണം ഏറെക്കാലമായി ഞങ്ങൾ വറുതിയിലും പട്ടിണിയിലുമാണ്. സത്യം പറഞ്ഞു, ഞാനിവിടെ പലവട്ടം നമുക്കറിയാം, അങ്ങേ ഞാൻ മാത്രമല്ല, ഡീൻ മാത്രമല്ല, ഇവിടെ നിന്നുള്ള എല്ലാ നേതാക്കന്മാരും കാണുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, മൂവാറ്റുപുഴയ്ക്ക് കഴിഞ്ഞ ഒരുപാട് കാലമായിട്ട് വിഷുവിനോ ഓണത്തിനോ ക്രിസ്മസിനോ ന്യൂ ഇയറിനോ ഒന്നും ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങ് പ്രത്യേകമായ ഒരു കരുതലും പരിഗണനയും മൂവാറ്റുപുഴയ്ക്ക് വേണ്ടി ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും അങ്ങയിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഓണ സമ്മാനം എന്ന് പറയുന്നത് അങ്ങയുടെ നേതൃത്വത്തിൽ ഈ സംസ്ഥാനത്ത് ഒരു പുതിയ ജില്ല രൂപീകരണമാകുമെങ്കിൽ ആദ്യത്തെ ജില്ല മൂവാറ്റുപുഴ ജില്ലയായിരിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മാധ്യമരംഗത്ത് 59 വർഷം പൂർത്തിയാക്കിയ KM അബ്ദുൽ മജീദിനെയും മുൻ നഗരസഭാ ചെയർപേഴ്സൺമാരെയും ചടങ്ങിൽ ആദരിച്ചു. മാത്തിക്കുളനാടൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൽ സലാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അസം ബീഗം, രജിത P, ജിനു മടേക്കൽ, ഷുക്കൂർ CM, ഷഹന മാഹിൻ, PP എൽദോസ്, ജോസഫ് വാഴക്കൻ, അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ, KM സലീം, സാബു ജോൺ, സുഭാഷ് കടക്കോട്, അബ്ദുൽ സലാം, മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ മജീദ്, സോജൻ പിട്ടാപ്പള്ളി, PA ബഷീർ, റജി ജോർജ്, നഗരസഭാ സെക്രട്ടറി ഷൈജു വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health.